നമസ്കാരം. നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ അരിപ്പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയ അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3, 4, 5, 6 ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് ഞാനിവിടെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പെരുംജീരകമല്ല, ചെറിയ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം തൈരാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഇതെല്ലാം ഉപ്പും ഈ മസാലയെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം, സാധാരണ വെള്ളം, പച്ചവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. എനിക്കിവിടെ ഒരു ചെറിയ കപ്പിന് ഒരു 1/4 കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മാവിനൊക്കെ അനുസരിച്ച് ഇരിക്കുമല്ലോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. കണ്ടമാനം ലൂസും അല്ല, എന്നാൽ കണ്ടമാനം ടൈറ്റും അല്ലാത്ത ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് റെഡിയായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കിയത് ഈ മാവ് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം മതിയായിരിക്കും. അപ്പം ഒരു ഭാഗം ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ചട്ടിയിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.